വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. 11ാം അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൈങ്കുളം ആയുർവേദ ആശുപത്രിയിൽ യോഗാ ദിനാചരണം നടത്തി. 11ാം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പൈങ്കുളം ആയുർവേദ ആശുപത്രിയിൽ യോഗാ ദിനാചരണം പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു. ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ മറ്റ് കുറേ തരത്തിലുള്ള യോഗകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ആരോഗ്യപരമായിട്ടുള്ള യോഗയാണ് നമ്മൾ ചെയ്യേണ്ടത്. മാനസികമായി ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ആരോഗ്യപരം മാനസികമായിട്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഈ ഒരു ദിനം വളരെ ആചാരപ്രകാരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഡോക്ടറും പറഞ്ഞ് ഇന്ന് നമുക്കതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പരിപാടി ഉദ്ഘാടനമായി വെച്ചിരിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി യോഗാ ദിനത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയാണ് യോഗ. നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും നിയന്ത്രിക്കുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ്. അതിലേറ്റവും പ്രാധാന്യം ഭക്ഷണത്തിനാണ്. ഭക്ഷണത്തിൻ്റെ ക്രമീകരണവും അമിതമായ ഭോഗാസക്തി അത് ഒഴിവാക്കുകയും മിതമായതോ അതല്ലെങ്കിൽ അത്യാവശ്യമായതോ മാത്രമുള്ള ഭോഗരീതിയിലേക്ക് മനുഷ്യനെത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ. യോഗ ഒരുപക്ഷെ ഇന്നിപ്പോൾ ചികിത്സയുടെ തന്നെ ഭാഗമായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. പഴയ കാലഘട്ടങ്ങളിലാണെങ്കിൽ അത് ചില അഭ്യാസമുറകളുടെ അതല്ലെങ്കിൽ ചില ദിനചര്യകളുടെ ഭാഗമായി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് മാത്രമായി കൊണ്ടു നടന്നിരുന്ന ഒന്നായിരുന്നു യോഗ. എന്നാൽ അതിനെ വളരെ സാർവത്രികമായി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമായി ലോകം മുഴുവനുമുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു മേഖലയായിട്ട് ഇന്നിപ്പോൾ യോഗ മാറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ശാന്തമായ മനസ്സും ശാന്തമായ അന്തരീക്ഷവും ശാന്തമായ ലോകവും ആ കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മുടെ യോഗയെ. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, വാർഡ് മെമ്പർ ശ്രീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം ഇപ്രാവശ്യത്തെ മോട്ടോ വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നാണ്. അതായത് യോഗയിലൂടെ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറികളൊക്കെ ഭേദിച്ച് ഒരു ഹ്യൂമാനിറ്റി എന്നുള്ള അതിൽ കാണുക. അതിന് യോഗ ഏറ്റവും ഉചിതമാണ്. അത് ഇന്നത്തെ ഏറ്റവും നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ ഒരു മോട്ടോ ആണ് വൺ വേൾഡ് വൺ ഹെൽത്ത്. അതായത് ലോകത്തിൽ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ, ഒരു രോഗമാവട്ടെ. അതായത് നമ്മുടെ ബൗണ്ടറികളൊക്കെ വിട്ട് നമ്മുടെ മനുഷ്യവംശം ഒന്നായി കാണാനുള്ള ഒരു ഇത് ഇന്നർ പീസ്, ഇന്നർ ഹെൽത്ത്. നമ്മുടെ ആന്തരികമായിട്ടുള്ള മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും വഴി ലോകത്തിലെ ഒന്നായി എല്ലാ വ്യക്തികൾക്കും കാണാൻ പറ്റട്ടെ എന്നുള്ളൊരു ഇതാണ്. പിന്നെ വേറൊരു മാനവും കൂടി അതിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിക്ക് ആരോഗ്യം ഉണ്ടായാലേ മനുഷ്യന് ആരോഗ്യമുള്ളൂ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും യോഗ പരിശീലനവും ക്ലാസും യോഗ ഇൻസ്ട്രക്ടർ ജുമയ്ക്ക് പരിശീലനം നൽകി. കൂടാതെ നൃത്തത്തിലൂടെ യോഗ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ നൃത്തയോഗ പ്രദർശനവും ഉണ്ടായിരുന്നു. ചടങ്ങിൽ നാട്ടുകാരും പഞ്ചായത്തിലെ പ്രമുഖ വ്യക്തികളും ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടറും മറ്റു ജീവനക്കാരും സന്നിഹിതരായിരുന്നു.
ICV ന്യൂസ്, ചേലക്കര.